അപ്പൊ യെസ് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാം, പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയേണ്ട രീതിയിൽ തന്നെ പറയാം. വസ്ത്രധാരണവും അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പുകളൊക്കെ നമ്മളെ ഉള്ളിലുള്ള ആ ചിന്തകളാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വസ്ത്രധാരണം നടത്തുമ്പോൾ നമ്മൾ സന്ദർഭോചിതമായ രീതിയിൽ തന്നെയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. ഹൈ ഫ്രണ്ട്സ്, ഓൾ ആർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വ്യക്തിത്വ വികാസം രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വില കളയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിരിക്കും. മറ്റുള്ളവരുടെ ഇടയിൽ, സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ചുരുക്കി അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നാമത്, നമ്മളോട് അകൽച്ച കാണിക്കുന്നവരോട് നമ്മൾ വീണ്ടും വീണ്ടും അടുക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുകയാണ്. കാരണം അവർക്ക് നമ്മളോട് താല്പര്യമില്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനോ നമ്മളെ ഇടപെടാനോ നമ്മളോടുള്ള സൗഹൃദ ബന്ധത്തിനോ താല്പര്യമില്ലെങ്കിൽ പിന്നെ അവരെ പുറകെ നടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അവരെ പുറകെ നടന്നുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ട് നമ്മൾ അവരുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുകയാണ്. അത് അവരുടെ മുന്നിൽ നമ്മുടെ വില കളയുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓവർ ഷെയറിങ് ഒഴിവാക്കുക. നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഓവർ ഷെയറിങ് വരാറുണ്ട് പലപ്പോഴും. അതായത് നമ്മുടെ കുടുംബകാര്യങ്ങൾ, നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ കൂടുതൽ എപ്പോഴും ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില നഷ്ടപ്പെടും. അതുകൊണ്ട് ഓവറായിട്ട് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അത് അവർ കേൾക്കാൻ ഒരു താല്പര്യമുണ്ടാകും. പലപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്തായിരിക്കും. അങ്ങനെ ചില പേഴ്സണാലിറ്റീസ് ഉണ്ട്, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയും. അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ബോറടിക്കുന്നു എന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമിതമായ ആശ്രിതത്വം ഒഴിവാക്കണം. അതായത് മറ്റുള്ളവരെ എല്ലാ കാര്യങ്ങളും ആശ്രയിക്കുന്ന സ്വഭാവശീലം നമ്മളിലുണ്ടെങ്കിൽ അത് ആ വ്യക്തികളിൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പ്, അഭിപ്രായമൊക്കെ കുറക്കാനേ സഹായിക്കും. അത് അവരുടെ മനസ്സുകളിൽ നമ്മളെ വില കുറയാതെ സഹായിക്കും. ചില ആളുകളുണ്ട്, എല്ലാത്തിനും ഇന്ന ഒരാൾ തന്നെ വേണം, ചെറിയ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെറിയ കാര്യത്തിനും ഒക്കെ എത്ര കൊച്ചു കാര്യങ്ങൾക്കായാലും ഒരാളെ ആശ്രയിച്ചു കൊണ്ട് തന്നെ കഴിയുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം ആളുകളെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ യെസ് പറയേണ്ട സന്ദർഭങ്ങളുണ്ടാവും, നോ പറയേണ്ട സന്ദർഭങ്ങളുണ്ടാവും. ചിലർ യെസ് പറയേണ്ട സന്ദർഭങ്ങളിൽ യെസ് പറയില്ല. അപ്പം ആവശ്യമില്ലാത്തൊരു അനിശ്ചിതത്വം മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ യെസ് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാം, പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയേണ്ട രീതിയിൽ തന്നെ പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ടാവും, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും, നമ്മുടെ ഐഡിയോളജിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യം ഉണ്ടാവും. അത്തരം കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവർ നമ്മളോട് നിർബന്ധിച്ചാൽ അപ്പോൾ അവിടെ നോ പറയാൻ ഒരു മടി കാണിക്കണം. സമയം, സന്ദർഭവും സാഹചര്യവും നോക്കിയിട്ട് നമ്മൾ അതിന് നോ പറയാനുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി പറയാതിരിക്കാനാണ്. ചിലർക്ക് അത്തരം ഒരു വലിയ സ്വഭാവമുണ്ട്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, ചർച്ച നടക്കുമ്പോൾ അവരുടെ ഊഴം എത്തുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് കയറി പറയും. അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള സംസാരത്തിലാണെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ അദ്ദേഹം നിർത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം പറയും, അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മുടെ കാര്യം പറയാം. ചിലപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട, ചിലപ്പോൾ ആ സന്ദർഭമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെടാത്ത പല കാര്യമായിരിക്കും. അത് നമ്മുടെ സമൂഹത്തിൽ പലരും നമുക്ക് അത് കാണാൻ പറ്റും. അപ്പം അത്തരം ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വാക്കുകളിൽ കൂടി വിടുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന വാക്കുകൾ വളരെ സൂക്ഷ്മതയോട് കൂടി ശ്രദ്ധിച്ച് ഉപയോഗിക്കാനാണ്. ആവശ്യത്തിലുള്ള ഹോംവർക്ക് ചെയ്തതിന് ശേഷം അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ, പറയാൻ കൊള്ളാവുന്നതാണെങ്കിൽ പറയേണ്ട ആളുകളോട് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയുക എന്നതാണ്. അല്ലെങ്കിൽ അത് മറ്റുള്ളവരിൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് കുറയാൻ കാരണമാണ്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രധാരണവും അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പുകളൊക്കെ നമ്മളെ ഉള്ളിലുള്ള ആ ചിന്തകളാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വസ്ത്രധാരണം നടത്തുമ്പോൾ നമ്മൾ സന്ദർഭോചിതമായ രീതിയിൽ തന്നെയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. ഉദാഹരണം, ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോകുന്ന രീതിയിലായിരിക്കില്ല നമ്മളൊരു മരണ വീട്ടിൽ പോകും. രണ്ടും വ്യത്യസ്തമായ സാഹചര്യമാണ്. അപ്പോൾ കല്യാണ വീട്ടിൽ പോകുന്ന നമ്മൾ നല്ല വില കൂടിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ആർത്തോടു കൂടി തന്നെ പോകും. അത് അങ്ങനെ തന്നെയാണ്, കല്യാണ വീട് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ മരണ വീട്ടിൽ പോകുമ്പോൾ അവിടെ വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ.
അവിടെ ദുഃഖം എല്ലാം കെട്ടിക്കുന്ന ഒരു അവസ്ഥയിൽ നല്ല ആ കുടുംബക്കാരൊക്കെ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വില കൂടിയ ഡ്രസ്സോ അല്ലെ ആ അടിപൊളി വേഷത്തിലൊക്കെ പോകുമ്പോൾ അത് വല്ലാത്തൊരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും നമ്മൾ കുറിച്ചുണ്ടാക്കുക. അത് ശ്രദ്ധിക്കുക. ചില ആളുകളെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കുക. കാരണം നമ്മുടെ മനസ്സാണ് നമ്മളെ വസ്ത്രദാനത്തിൽ കൂടി നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് മറ്റുള്ള ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ വസ്ത്രദാനത്തിൽ കൂടിയാണ്. അത് ശ്രദ്ധിക്കുക. അവസാനമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികളുണ്ടാവും, ചില ട്രോമകളുണ്ടാവും, വിഷമകരമായ അവസ്ഥകളുണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, ജോലിയിൽ ബന്ധപ്പെട്ട തിരിച്ചടികൾ, അങ്ങനെ പലതും വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയോട് ചോദിച്ചിട്ട് അതിങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കുന്ന ചില സ്വഭാവം അത് ചില ആളുകളിൽ കാണാറുണ്ട്. വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നെ അത് കുത്തിയെടുത്ത് ചോദിച്ച് അവരെ മനസ്സിനെ ആൾ കൂടി അസ്വസ്ഥമാക്കും. ചിലപ്പോഴൊക്കെ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു സന്തോഷകരമായ രീതിയിൽ ജീവിക്കുമ്പോഴായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ വീണ്ടും കലുഷിതമാക്കുന്നതും വിഷമിപ്പിക്കുന്നതും. അത്തരം സ്വഭാവങ്ങൾ ആരും ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ആൾക്കാരോട് പിന്നീട് ഇടപെടാൻ തന്നെ ആരും താല്പര്യപ്പെടില്ല. എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാർക്കും അത്തരം ഒരു സ്വഭാവമുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് പരിചിതമായിരിക്കും. ചില ആളുകൾ കണ്ടിട്ട് അപ്പം അത്തരം ആളുകളോട് ആരും പിന്നെ ഇടപെടുന്നില്ല. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ വില കളയാൻ ഇടയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ഇത്രയൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ വില കളയാതിരിക്കാൻ വേണ്ടി ഈ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കും. എല്ലാവർക്കും നല്ല ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോയുടെ അവസാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.